പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ സ്ഥാപന ഉടമ എൻ.എം. രാജുവിനെ ഇ.ഡി. ചോദ്യം ചെയ്യുകയാണ്. ആന്റണി എം.പിക്ക് പണം നൽകിയ കാര്യമടക്കം ഇ.ഡി. ചോദിച്ചറിയും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ചോദ്യം ചെയ്യൽ തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് എൻ.എം. രാജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരായത്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ഫിനാൻസ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ ഇ.ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഒരു സംഘം 4 ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ക്രെഡിറ്റ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന 4 ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ.എം. രാജുവിനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ.എം. രാജു തന്നെ നേരത്തെ വെളിപ്പെടുത്തിയതാണ് ആന്റണിക്ക് 2 കോടി രൂപ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൈമാറി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇ.ഡി. പരിശോധിക്കുന്നത്. കാരണം തട്ടിപ്പ് നടത്തിയൊരു സ്ഥാപനമാണ്. ആ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിലെ പണം മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പ് പണമായി കണക്കാക്കപ്പെടാറുണ്ട്. അത്തരത്തിലൊരു പണമാണോ കൈമാറിയത് എന്നുള്ള കാര്യങ്ങളടക്കം എൻ.എം. രാജുവിനോട് ചോദിച്ചറിയുകയാണ് ഇ.ഡിയുടെ ലക്ഷ്യം. ഈ എൻ.എം. രാജുവിനെ ചോദ്യം ചെയ്ത ശേഷം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആന്റണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഈ ക്രെഡിറ്റ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതേ സൊസൈറ്റിയിൽ തന്നെ, ക്രെഡിറ്റ് സൊസൈറ്റിയിൽ തന്നെ തന്ത്രിക്ക് നിക്ഷേപമുണ്ട് എന്നൊരു ആരോപണം നിലനിന്നിരുന്നു. പക്ഷേ ആദ്യം നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള വിവരം ഇ.ഡിക്ക് ലഭിച്ചിരുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങൾ എൻ.എം. രാജുവിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയും. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.